അച്ഛനും അമ്മ ഇന്നത്തെ ടാബ്ലറ്റ്സ് കഴിക്കാത്ത? ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ലല്ലോ, വരുമ്പോൾ കഴിച്ചാൽ പോരെ. ഇത് അസുഖം വരാതിരിക്കാനുള്ള സപ്ലിമെൻറ്റ്സ്. പിടിക്ക്. അതെ, അച്ഛനമ്മമാരുടെ തീട്ടവും മൂത്രവും കോരാനുള്ളവരല്ല മക്കള്. മനസ്സിലായോ? മരുന്ന് തന്ന് മെല്ലെ മെല്ലെ കൊല്ലാനുള്ള പണിയാണെന്ന് തോന്നുന്നു. അത്ര പെട്ടെന്ന് തട്ടിപ്പോണെങ്കിൽ അങ്ങ് പോട്ടെ, അല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ വയ്യ. ഞാനൊരാളോട് സംസാരിക്കട്ടെ, എന്തെങ്കിലും ഒരു വഴി കിട്ടുമെന്ന് നോക്കാം. പിന്നെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരല്പം കുറവുണ്ട്. മോനെ ബിനു, എനിക്കിനി അധിക കാലമില്ല. മരിക്കും മുമ്പ് എനിക്ക് നിഷിമ മോളുടെ കല്യാണം ഒന്ന് നടത്തണം, അതും 10 ആളെ വിളിച്ചു കൂട്ടി. എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ്, നീ അതിനെതിര് പറയരുത്. ഒരു പെൺകുട്ടി ഇറക്കിയുള്ള പാട് നിനക്കറിയില്ലാത്തതുകൊണ്ടാ. ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ? കുറച്ച് വെള്ളം എടു. വേണോ? ചേട്ടാ, ഐ നീഡ് എ ഹെൽപ്പ്. അച്ഛനും അമ്മയെ നോക്കുന്ന ആ കല്യാണാലോചന മുടക്കാൻ ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ചേട്ടൻ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരാളെ ഇഷ്ടം. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? പിച്ചി പിച്ചി ഇപ്പൊ പച്ചപ്പുല്ലോ, പച്ച പച്ച പിന്നെ പച്ചപ്പില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാ? എന്നിട്ട് എന്ന് തുടങ്ങിയ പരിപാടിയാ ഇതൊക്കെ? ശരിക്കും പറഞ്ഞ അവള് UKG പഠിക്കുമ്പോൾ ഞാൻ അവളെ നോട്ടിട്ടതാ. UKG തൊട്ടോ? ഒരു ഗിന്നസ് റെക്കോർഡിന് സാധ്യതയുണ്ട്. UKGയിലെ പ്രണയം. ഒന്ന് പോ സഞ്ജു. ഇഷ്ടാന്ന് ഞാൻ സമ്മതിച്ചതേ 7ാം ക്ലാസ്സിലാ. 7ാം ക്ലാസ് അത്ര മോശമല്ല. എനിക്ക് മനസ്സിലാവാത്തതേ, ഇത്രയും കാലം നിങ്ങൾ ആരെ അറിയിക്കാതെ ഇതെങ്ങനെ കൊണ്ട് നടന്നു എന്ന്. അല്ല, സഞ്ജു ഞങ്ങളോട് ഇതൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുമില്ല. ബാക്കി പറ. അവള് ഈ ബാംഗ്ലൂരിൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ അവളെ കാണാനൊക്കെ പോവുമായിരുന്നു. ബാംഗ്ലൂര് പോയാ പിന്നെ US എംബസിയിൽ തനിച്ചു പോവാന്ന് പറഞ്ഞ ചേട്ടനെ ഒഴിവാക്കിയത് സഞ്ജുവിന്റെ കൂടെ പോകാനായിരുന്നു. അതെ, ഞാനിതൊക്കെ ചോദിച്ചറിയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. നിങ്ങളൊരു ആവേശത്തിനെടുത്ത് ചാടിയ പ്രണയമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലടേ, ഞങ്ങൾ ഭയങ്കര സിൻസിയറാണ്. അതെ ചേട്ടാ, ഞങ്ങൾ വളരെ ആലോചിച്ചെടുത്ത തീരുമാനം. അതെ അതെ. എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ.
അച്ഛാ ഉറങ്ങിയായിരുന്നോ അമ്മേ? ഇല്ല. അവൾ പറഞ്ഞല്ലോ അല്ലേ, ഞാൻ സഞ്ജുവിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സൗകര്യം വരുന്ന ഞായറാഴ്ചയായിരുന്നു. നിഷിമ ശനിയാഴ്ച എത്തില്ലേ അമ്മേ? ആ, എത്തും. അച്ഛാ, ഇനി നമ്മൾ പ്രത്യേകിച്ച് ആരെങ്കിലും വിളിക്കണോ? അച്ഛൻ്റെ സുഹൃത്തിനെ മറ്റോ? വേണ്ട. ശരി അമ്മേ, ഗുഡ് നൈറ്റ്. സംഗതി ഏറ്റു. അവനെന്തായാലും നോർമലായല്ലോ. നിനക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് ബിനുവിൻ്റെ കേസിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നീ പറഞ്ഞപ്പോഴേക്കും അതങ്ങ് ശരിയായി. എങ്ങനെയാ നമുക്ക് കല്യാണത്തിനോട് ഏറ്റെടുക്കണ്ടേ? ഈ കല്യാണത്തിന്റെ ഡേറ്റിന് വലിയ ഓപ്ഷൻസ് ഒന്നുമില്ല. നിഷിമ അടുത്ത വർഷം ലീവിന് വരുമ്പോൾ നമുക്ക് നടത്താം. അങ്ങനെ ആവട്ടെ. അങ്ങനെയാണോ? അപ്പൊ ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ചെറുതായിട്ട് അങ്ങ് നടത്തി വെച്ചാലോ? അത് പിന്നെ UKG മുതലുള്ള കാത്തിരിപ്പാ അല്ലടാ. ഇനി എങ്ങനെ കാത്തിരിക്കാം? അങ്ങളെ, ഇവ എൻ്റെ കൂട്ടുകാരനായതുപോലും ഇവളെ പ്രേമിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലടാ. ഇവള് +2 ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്തെ ഇവനെ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ പോവായിരുന്നു. എന്നിട്ട് അവിടെ റൂമൊക്കെ എടുത്ത് പിന്നെ നമുക്ക് ഊഹിക്കാന്നല്ലേ ഉള്ളൂ. അല്ലമ്മ, ഇവൾക്കന്ന് 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന ഒരു ക്രൈമാണേ പോക്സോ. അങ്ങളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് പവിത്രമായ ഒരു കാര്യമാണല്ലോ. ഇവനെപ്പോലെ വളഞ്ഞ വഴിക്ക് ഒരു ബന്ധം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാൾ പെണ്ണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കൂ? മാന്യതയുള്ള തറവാട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുക്കൂ? ഇല്ല. അല്ല, ഇത് എൻ്റെ മാത്രം തീരുമാനമല്ല, അച്ഛൻ്റെ അമ്മയുടെ. ഇതെന്താ വിളിച്ചു വരുത്തി അവമാനിക്കണം? എന്നാ കുറച്ച് അഭിമാനിപ്പിച്ചേക്കാം. അത്രയും മഹത്തരമായ കാര്യമാണല്ലോ മോൻ ചെയ്തു കൂട്ടിയത്. അങ്ങളെ, ഇവളൊരു മീറ്റ് വിട്ട് കഴിഞ്ഞാൽ പൊന്നുമോൻ അകത്താ. അതറിയോ, ഇവന് ഫിനോയിൽ ബിസിനസിന്റെ ഐഡിയ കൊടുത്തതും ക്യാഷ് കൊടുത്തതും നിഷിമയായിരിക്കും. അല്ലാതെ നിങ്ങളുടെ കുടുംബത്തിൽ 10 പൈസ ഇല്ലല്ലോ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഡ്രൈവർ പണിക്ക് വരില്ല. ഏത് തോന്നുന്ന പറയരുത്. അങ്ങനെ ആരാന്റെ കാശ് കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും എന്റെ മോനില്ല. ഇറങ്ങി വാടകോട്ട് കല്യാണം ഉണ്ടാക്കാൻ വന്നത്. അച്ഛാ നിക്ക്, ഞാൻ പോരാ. സഞ്ജു, നിഷിമ, സഞ്ജു ഇല്ലാതെ എപ്പോൾ വേണമെന്ന് നിനക്ക് ഇവിടെ താമസിക്കാം. ഇല്ലെങ്കിൽ ഇപ്പം ഇവിടുന്ന് ഇറങ്ങണം. അപ്പോൾ ഇതായിരുന്നല്ലേ ചേട്ടൻ്റെ ഉദ്ദേശം? നിഷിമ, നമ്മൾ തങ്ങളിൽ ഇനി സംസാരിക്കണ്ട. അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിൽ നിന്ന് ഒരു തരി പോലും നിനക്ക് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ചേട്ടൻ്റെ കളി എന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ ഫ്ലാറ്റും കാറും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. അതിനെന്താ തെളിവ്? തെളിവുണ്ടാക്കാൻ എനിക്ക് അറിയാൻ വളഞ്ഞിട്ടല്ല. എനിക്കിതൊന്നും വേണ്ട. എന്താ ചേട്ടാ ഇങ്ങനെ? എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുള്ളിടത്തോളം കാലം ഉണ്ടല്ലോ, ഞാൻ തന്നെത്താൻ അധ്വാനിച്ചോളാം. അങ്ങനെ തന്നെയല്ലേ ഇതുവരെ ഉണ്ടായിട്ടുള്ളതും. പരമ കഷ്ടം. മോളെ, ഞാനൊരു മനുഷ്യനാണോടോ? പെൺകുട്ടികളെ ഇറക്കി വിടാൻ അത്ര പാടൊന്നുമില്ല അച്ഛാ. അവർ നന്നായിട്ട് ജീവിച്ചോ. ഇനി ഇവിടുന്ന് നിഷിമയെ ആരും കോണ്ടാക്ട് ചെയ്യാൻ നിൽക്കരുത്. അത് നമ്മുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കും. ഇങ്ങനെ ഒരു മോളില്ലാന്നങ്ങ് വിചാരിച്ചാൽ മതി. യു ക്യാൻ. അച്ഛൻ്റെ നെഞ്ചുവേദനയൊക്കെ പോയല്ലോ അല്ലേ? Yeah.
നിർത്തടാ. റോഡിലൂടെയാണാടാ സൈക്കിൾ ഓടിക്കുന്നേ. ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ, വെറുതെ എന്നെ വീണ്ടും ജയിലിൽ കയറ്റിക്കരുത്. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? ബഗേഴ്സ്. ശിക്ഷയുടെ കാലാവധി തീർന്നോ താമോ? തീർന്നു. പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം. 2 ഔൺസ് ദശമൂലം. അരിഷ്ടം കഴിക്കുന്നുണ്ട്. അപ്പൊ തല്ലു നടത്താൻ പോവുകയാ. ആരാ കക്ഷി? കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷ് ഇല്ലേ, അവനെ തന്നെ. കൊലക്കേസോ? വാ, വാഴത്തോട്ടത്തിൽ നിന്ന് കൊലവെട്ടിയ കേസില്ലേ, ആ നായിന്റെ മോനല്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത്. അവന്റെ കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം. അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി. എന്തോ എങ്ങനെ? എടാ ഞാൻ ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ. ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ. ബുദ്ധിജീവിടാ, എടാ ഇന്നെങ്കിലും പോയി അടിച്ചനച്ച് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ പാടാ. എല്ലാത്തിനും കാണിച്ചു തരാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എടാ തെണ്ടി സുരേഷ്, നീ എനിക്കെതിരെ സാക്ഷി പറയുമല്ലടാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ. ഇന്ന് നിന്റെ അവസാനമാടാ. എന്താ സംഭവം? ദശമൂലം ആ സുരേഷിനകത്തിട്ട് തല്ലി ചതക്കുക. സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറിപ്പോയില്ലേ? ഇപ്പൊ ഇവിടെ പുതിയ CI അല്ലേ താമസിക്കുന്ന? സർക്കിളാ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ചവിട്ടി തിരുമിയാലേ ശരിക്കും ഗുണമുണ്ടാവും. ചവിട്ടി തിരുമണ്ട സർക്കിളേമാൻ, ശരിക്കും ചവിട്ടി തിരുമിയതാ. ഇവിടെ വേദനയുണ്ടോ? അവിടെ ഉണ്ട്. അയ്യോ ഇത് തിരുമല കൊണ്ട് ശരിയാവൂല. എടോ മേജർ ഓപ്പറേഷൻ വേണം. അതെന്തിന്? എന്റെ ചെറുകുടലും വൻകുടലും പിണഞ്ഞു കിടക്കുക. കൈയെടുക്കോട്ട് അണ്ടർവെയറിന്റെ വള്ളി കയറി പിടിച്ചിട്ട് ചെറുകുടൽ വൻകുടലെന്ന് വൈദ്യന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി. എതിർകക്ഷി ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അല്പം സൂക്ഷിച്ച് കളിക്കണം. എന്തിനും ഉടനടി പ്രതികരിക്കാൻ നിൽക്കരുത്. സാറ് തോറ്റു നിൽക്കുകയാണെന്ന് അയാൾക്ക് തോന്നണം. എന്നിട്ട് അവസരം വരുമ്പോ വെട്ടിലാക്കണം. നമസ്കാരം സാറേ. വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. സോറി, വീട്ടിൽ അതിക്രമിച്ച് കയറിയപ്പോ. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പതിവാ. മതി മതി, ഇനി മൊത്തത്തിലൊന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി. ഇവനെ കൊണ്ട് വേറെ ജോലിയുള്ളതാ. പണ്ട് പുറന്തലയ്ക്ക് അടിയിട്ടി അതേ കമ്പിയുടെ വണ്ണം. ഈ മതിലുകെട്ടൊക്കെ സർക്കാരിന് നിരോധിച്ചുകൂടെ ബാക്കിയുള്ളവനെ മെനക്കെടുത്താൻ. ഭാഗ്യം ബ്രഹ്മചര്യം പോയില്ല. നമുക്ക് പോവാടി ലോറി പെണ്ണേ. ഇവിടെ കിടന്ന ലോറി എന്തിയെ? KD 2829. നിങ്ങളാരാ? ഊമകളാ? ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്തു കളയുന്നു ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കിളിക്കാം മല്ലയ്യ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നത് അറിയോ?
നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. അത് ന്യായം. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല. കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു തരും. മകനെ ഈ ലോറിയുടെ RC ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില് ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. വെഡ്ബെടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാറിക്കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണ് പേരെന്നാണ് ചോദിക്കുന്നത്. ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. പേര് നെയിം. ഓ, ഗൗരി. ഗൗരി സോറി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നു വിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല. വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയിൽ വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറിക്ക്. പോട്ടെ റൈറ്റ് എടുത്ത് പോട്ടെ. വല്ലതും പറ്റിയാ?